സമരമില്ല, സത്യാഗ്രഹമില്ല, പ്രതിഷേധ പ്രകടനമില്ല. അവർ ചോദിച്ചു, സർക്കാർ കൊടുത്തു. പറഞ്ഞു വരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിക്കാൻ ഇന്നലെ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിനെക്കുറിച്ചാണ്. ഇതനുസരിച്ച് അലവൻസുകൾ ഉൾപ്പെടെ PSC ചെയർമാന് 3.5 മുതൽ 4 ലക്ഷത്തിനിടയിലും അംഗങ്ങൾക്ക് 3.5 ലക്ഷത്തോളം രൂപ ലഭിച്ചേക്കും. ഇത് കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞത് സെക്രട്ടേറിയറ്റിന് പുറത്ത് രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരായ വനിതകളുടെ മുഖമല്ലേ. ഒരു PSC അംഗത്തിന് ലഭിക്കാനിരിക്കുന്ന ഒരു മാസത്തെ ശമ്പളം ആ പാവങ്ങൾക്ക് കിട്ടണമെങ്കിൽ 3 കൊല്ലം പണിയെടുക്കണം. ജനം എന്ത് വിചാരിക്കുമെന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഈ സർക്കാർ ആരുടേതാണ്? നിലവിൽ PSC ചെയർമാന് ലഭിക്കുന്ന 2.6 ലക്ഷം രൂപയും അംഗങ്ങൾക്ക് ലഭിക്കുന്ന 2.42 ലക്ഷം രൂപയുമാണ് 3.5 മുതൽ 4 ലക്ഷവും 3.5 ലക്ഷവുമായി വർദ്ധിപ്പിച്ചത്. കൂടാതെ ഇവർക്ക് കാർ, ഡ്രൈവർ, താമസത്തിന് ഫ്ലാറ്റ് എന്നിവയുമുണ്ട്. പെൻഷന്റെ കാര്യം കൂടി അറിഞ്ഞാലേ ചിത്രം പൂർണ്ണമാകും. പരമാവധി കാലയളവായ 6 വർഷവും അംഗത്വം ഉണ്ടായിരുന്നയാൾക്ക് ശമ്പളത്തിന്റെ 45% തുക അടിസ്ഥാന പെൻഷനായി ലഭിക്കും. കൂടാതെ യഥാസമയങ്ങളിലെ DAയും ഉണ്ടാകും. അതായത് 2 ലക്ഷത്തിന് മുകളിൽ പ്രതിമാസ പെൻഷൻ. ഒരു വർഷം PSC അംഗമായിരുന്നയാൾക്ക് ശമ്പളത്തിന്റെ 7.5% അടിസ്ഥാന പെൻഷൻ തുക. തുടർന്നുള്ള ഓരോ വർഷവും 7.5% വീതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. PSC വഴിയുള്ള തൊഴിലവസരങ്ങൾ പകുതിയോളം കുറഞ്ഞ കാലത്താണ് ഈ അധികാര ദുർവിനിയോഗം എന്നോർക്കണം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഭിക്ഷാദേഹികളെ കുടിയിരുത്തിയിട്ടുള്ളതും കേരള PSCയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും സേവന വേതന വ്യവസ്ഥകൾ പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. കേരളം പിന്നിലാകരുതല്ലോ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലെ പ്രതികളും SFI നേതാക്കളുമായിരുന്ന ശിവരഞ്ജിത്തും പ്രണവും നസീമും കേരള പോലീസിലേക്കുള്ള PSC പരീക്ഷയിൽ തട്ടിപ്പ് നടത്തിയാണ് റാങ്ക് ലിസ്റ്റിൽ യഥാക്രമം 1ഉം 2ഉം 28ഉം റാങ്കുകൾ നേടിയതെന്ന വാർത്തകൾക്ക് ശേഷം PSC ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പോഴാണ്. സാമൂഹിക സുരക്ഷ, ക്ഷേമ പെൻഷനുകളൊക്കെ കുടിശ്ശികയായി കിടക്കുകയാണ്. സർക്കാരിന്റെ തൊഴിലാളികളോടുള്ള പ്രതിബദ്ധതയും നീതിബോധവും ഒക്കെ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കണ്ണുകളിലുണ്ട്. സംസ്ഥാനം കടം കയറി മുടിഞ്ഞു. ചികിത്സാ ഇൻഷുറൻസ്, മരുന്ന് കുടിശ്ശികയും ഉൾപ്പെടെ കൊടുക്കാനുള്ള ഒന്നും കൊടുത്തിട്ടുമില്ല. വിവിധ സർക്കാർ കരാറുകാർ ക്യൂവിലാണ്. റേഷൻ കടകളിലും സിവിൽ സപ്ലൈസിന്റെ റാക്കുകളിലും അവശ്യ സാധനങ്ങളൊന്നുമില്ല. ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.